നന്ദമോചനം കേൾക്കടോ മന്നവാ, നന്ദനേകാദശി നോറ്റു പിറ്റേ അതിനവർക്കോദേശം കാളുന്തിയിൽ കുളിച്ചിടുന്ന നേരത്ത് ചീളന്ന് ചെന്ന് വരുണ നിയോഗേന നൽകൃത്യനായുള്ള അസുരനും നന്ദനെ അപ്പതി തന്നെ അന്തികെ കൊണ്ടുപോയതു. അന്നേരം വാശുഗോപാലരാക്രോശിച്ചു എന്നത് കേട്ടു ബലഭദ്രൻ ഒന്നിച്ചു എന്നു മുങ്ങി ജലേ നാരായണൻ പരൻ തന്നുടെ താതനെ അന്വേഷണം ചെയ്തു. ചെന്നു വരുണാലയം പൊക്കി തന്നേരം കൊണ്ടൽ നേർവർണ്ണനെ കണ്ടു വരുണനും ഉണ്ടായ സന്തോഷമോടെ നമസ്കൃത്യ ഭക്തിയാ സ്തുതിച്ചു ചൊല്ലിയിടിനാനിത്തരം ഭക്തപ്രിയ പ്രഭോ തൊൽപദം കാൺമതിൻ ഇപ്രദേശേ നന്ദനെ കൊണ്ടുപോന്നതു ചിൽപുരുഷാ വിഭോ ശുദ്ധനായേനഹം ജന്മസാഫല്യവും വന്നിതെനിക്കുന്നു നിർമ്മല തത്വപരബ്രഹ്മണേ നമാം തുഭ്യം നമസ്തേ ഭഗവതേ ശാന്തായ ഷഡ്ഭാവഹീനായ നിത്യം നമോ നമഃ. കാരണാത്മാവായ നിങ്ങൾ നിന്നുണ്ടായി കാര്യമതായ ത്രിവിധ ഗുണങ്ങളും മായാഗുണങ്ങളിൽ നിന്നു തന്മാത്രകളായവ ശബ്ദാദി പഞ്ചഭൂതങ്ങളായി പഞ്ചഭൂതങ്ങളിലുണ്ടായി വിനാൽപ്പുമാനഞ്ചിത ഭൂതജലേ ശയിച്ചിടിന തൊന്നാഭിപങ്കജത്തിങ്കലുളവായി മുന്നൻ ചതുർമുഖൻ തൻ്റെ നിയോഗത്താൽ സൃഷ്ടിവികൽപ്പങ്ങളായ കാലങ്ങളിൽ പെട്ടുഴലുന്നിതു മായ കൊണ്ടേ വരും. കാരണകാര്യ പ്രപഞ്ചഭേദങ്ങളും കാരണനായി നിന്മായയാ കൽപ്പിതം എന്നതിലപ്പതിയായ ഞാൻ എത്രയോ മുന്നമേ താമസശീലനല്ലോ വിഭോ. ആകയാൽ എന്നാൽ കൃതമായതൊക്കെയും ഭോഗിശയനാം പൊറത്തുകൊള്ളണമേ. കൃഷ്ണ ഭഗവൻ ജഗദഖിലേശ്വര വിഷ്ണോദവതാതനെ കൊണ്ടുപോയാലും. ഏവം പറഞ്ഞു വണങ്ങി വരുണനും ആവിരാനന്ദം പുറപ്പെട്ടു. കൃഷ്ണനും നന്ദനും ലോകപാലന്റെ നഗരിയെ മന്ദത കൂടാതെ കണ്ടു തെളിഞ്ഞിതു. നന്ദനും കൃഷ്ണനും ഒന്നിച്ച് ഗംഗയിൽ നിന്ന്